ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാനായിട്ട് പോകുന്ന ബുക്ക് ഓഫ് ലോഡിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് സഹോദരങ്ങൾ വന്നിട്ട് യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞത് പിതാവ് ക്രൂശിൽ മരിച്ചുവോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പം തൃത്വക്കാർക്ക് ഓരോരോ കാലങ്ങളില് അപ്പൊ പിതാവ് തന്നെയാണ് പുത്രൻ എന്നൊക്കെ അവർ അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തു തന്നെയായാലും പക്ഷേ പിതാവ് ക്രൂശി മരിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവർക്കൊന്നും യേശു ക്രിസ്തു ആരാണെന്നോ എന്താണെന്നോ ഇവർക്ക് പൂർണ്ണമായി അറിയില്ല. കാരണം അതിലെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് കുറെ നാളുകൾക്ക് മുമ്പ്, അതായത് 4-5 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നിക്കിയ ദൈവവചനത്തിലൂടെ തെളിയിച്ച ഒരു വ്യക്തിത്വമാണ്. നിക്കിയ ദൈവവചനത്തിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി അതിലെ ചില വാക്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ വിഷയങ്ങളൊക്കെ സംസാരിച്ചതാണ്. നിക്കിയ എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി പോയി ശ്രദ്ധിക്കാം. ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. എന്നാൽ ഞങ്ങൾ യേശുവിനെ ലൈവ് ചെയ്ത് എങ്ങനാക്കും എന്ന് പറയുന്ന ഒരു കൂട്ടരെ കുറിച്ച് ജേക്കബ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. വണ്ണസ് പെന്തക്കോസ്ത് അല്ലേ? അതെ. യേശുവിന്റെ മനുഷ്യാവതാരം ഒരു ആശയം പോലെ പിതാവിന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ പുത്രനായിട്ട് ഭൂമിയിൽ വരണം എന്നൊരു ഐഡിയ പിതാവിന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അവിടെ വചനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവരതിനെ വ്യാഖ്യാനിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിതാവിന്റെ മനസ്സിലുള്ള ഒരു ഐഡിയയാണ്, ഒരു ആശയമാണ് ഈ വചനം. ഇത് പുത്രനായിട്ട് വരണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. അപ്പൊ ഇവർക്ക് തീർത്തും അറിയത്തില്ലാത്തൊരു കാര്യം യേശു ക്രിസ്തു ആരാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇവർക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, മനുഷ്യനായിട്ട് വെളിപ്പെട്ടത് എന്തിനാണ്, ഇതൊന്നും അവർക്ക് പൂർണ്ണമായിട്ടും അറിയത്തില്ലാത്തത് കൊണ്ടാണല്ലോ അവര് പിന്നെയും ഈ ആവശ്യമില്ലാത്ത കുറെ ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷം ചാണ്ടുപിള്ള പാർഷ ചോദിച്ച പോലെ ദൈവങ്ങളാണ് സൃഷ്ടിച്ചത്, യേശു ക്രിസ്തുവിന്റെ പേര് പിതാവെന്നാണോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നു എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടും അതുപോലും വിശ്വസിക്കാൻ കഴിയാത്തവരാണ് ഈ തൃത്വക്കാരെന്ന് പറയുന്ന ആൾക്കാർ. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. തൃത്വത്തെക്കുറിച്ച്, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് തൃത്വമാണോ, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തൃത്വമാണോ എന്നുള്ള വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇവർ പറഞ്ഞതിന്റെ പ്രധാനമായ കാര്യം യേശു ക്രിസ്തു, അതായത് ക്രൂശിൽ പിതാവാണോ മരിച്ചത് എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കാണുമ്പോൾ യഹൂദന്മാരോട് കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 19-ാമത്തെ വാക്യത്തിൽ അവർ അവനോട് നിന്റെ പിതാവ് എവിടെ എന്ന് ചോദിച്ചതിന്, നിന്റെ പിതാവ് എവിടെ എന്ന് ചോദിച്ചു യേശു, നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല, എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ യേശു ക്രിസ്തുവിനെ അറിഞ്ഞാൽ മതി, പിതാവിനെ അറിയാം എന്നുള്ളതാണ് യേശു ക്രിസ്തു പറഞ്ഞതിന്റെ പൊരുളെന്ന് പറയുന്നത്, അല്ലെ? യേശു ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ പിതാവിനെയും അറിയുമായിരുന്നു എന്നാണ്. പക്ഷെ അവർക്കത് അറിയുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്, ക്രിസ്തു ആരാണ്, അവന്റെ അസ്തിത്വം എന്താണ് എന്നുള്ള കാര്യമാണ്. അതിനു മുമ്പ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. യഹൂദന്മാർ ചോദിക്കുമ്പോൾ ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട്. അപ്പൊ അബ്രഹാമിന് മുമ്പേ ഉണ്ടെങ്കിൽ അബ്രഹാമിന് പിതാവാണ് യേശു, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ അബ്രഹാമിന്റെ മകനായിരിക്കണം, കാരണം ഈ തലമുറയിൽ ജനിച്ച ആളാണ്. അപ്പൊ അങ്ങനെ ഈ തലമുറയിൽ ജനിച്ചത് പറയുമ്പോഴത്തേക്ക് നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ലോ എന്നവര് യേശു ക്രിസ്തുവിനെ കളിയാക്കുന്നുണ്ട് അവര്. അപ്പോ അബ്രഹാമിനും പിതാവാണ് യേശു ക്രിസ്തു. വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടെയും നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, അത് യേശു ക്രിസ്തു തന്നെ പറഞ്ഞ കാര്യമാണ്, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട്,
അപ്പോൾ യഹൂദന്മാർ കളിയാക്കി ചോദിക്കുന്ന എന്താണ്, നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ, പിന്നെ നിനക്ക് എങ്ങനെയാ അബ്രഹാമിനെ അറിയാൻ കഴിയുന്നത്, നീ ഈ തലമുറയിൽ ജനിച്ചവനല്ലേ എന്നാണ് യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. അല്ലേ? അപ്പൊ അബ്രഹാമിന് മുമ്പേ ഉണ്ടെങ്കിൽ അവൻ അബ്രഹാമിനും പിതാവാണ്, വളരെ സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അവിടെ യേശു ക്രിസ്തു പിതാവാണ് എന്നതിന്റെ വാദവും അവിടെ പൊളിയുന്നു എന്നുള്ളതാണ്. കാരണം യേശു ക്രിസ്തു പിതാവാണ്, സകല സൃഷ്ടികൾക്കും അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല എന്ന് പറയുമ്പോൾ അവൻ സകല സൃഷ്ടിക്കും പിതാവ് തന്നെയാണ്, അവന്റെ അസ്തിത്വം പിതാവ് തന്നെയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഒരേ ഒരു സത്യദൈവം എന്ന് പറയുന്നത് എന്താണ്? പിതാവാണ്. അല്ലേ? അപ്പം തൃത്വത്തിലും ക്രിസ്ത്യൻ മതത്തിലും വിശ്വസിക്കുന്ന ക്രിസ്തു ആരാണെന്ന് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. ദൈവവചനത്തിൽ പറയുന്ന ദൈവം എന്താണ്? മോണോതിയോസ് എന്ന വാക്കാണ് അതിന് ഉപയോഗിച്ചത്. അല്ലാതെ തൃത്വമാണെന്നോ ത്രിയേകമാണെന്നോ അല്ലെങ്കിൽ 3 പേര് കൂടിയതും ദൈവങ്ങളാണെന്നോ ഒന്നും ദൈവവചനം പഠിപ്പിക്കുന്നില്ല. അപ്പൊ ഏക ദൈവ വിശ്വാസം നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. യോഹന്നാന്റെ സുവിശേഷം 17:3 നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയണമെന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഏക സത്യ ദൈവം എന്ന് പറയുന്ന പിതാവ് മാത്രമേ ഉള്ളൂ. അതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5:44 നമുക്ക് വായിക്കാം. 5:44 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 44-ാമത്തെ വാക്യത്തിൽ 44-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 44-ാമത്തെ വാക്യത്തിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്ന് ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും? ഞാൻ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തുമെന്ന് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളെ കുറ്റം ചുമത്തുന്നവൻ ഉണ്ട്, നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ തന്നെ എന്ന് അവിടെ പറയുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് യേശു ക്രിസ്തു ആരാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കണം. 1 തിമോത്തിയോസ് 3:16 നമ്മൾ വായിക്കുന്നു. 1 തിമോത്തിയോസ് 3:16 നമ്മൾ വായിക്കുന്നു. 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതിയാം വണ്ണം വലുതാകുന്നു. അപ്പൊ ദൈവഭക്തിക്ക് ഒരു മർമ്മമുണ്ട്. അതാണ് അവിടെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. അതായത് യേശു കർത്താവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്, അവൻ ഏക ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലെ? അപ്പൊ ദൈവഭക്തിയുടെ മർമ്മത്തിൽ എന്താണ്? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അതായത് മലയാള പരിഭാഷയിലും ഇംഗ്ലീഷ് പരിഭാഷയിലും ഏറിയ ഗ്രീക്ക് ഭാഷയിലും നമ്മൾ കാണുന്നത് ഇതാണ്. അവിടുത്തെ അവൻ എന്ന പ്രഥമ പുരുഷ സർവനാമം മാറ്റിയിട്ട് തൽസ്ഥാനത്ത് നാമം ചേർത്താൽ, അല്ലെ, ജീവനുള്ള ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ദ ലിവിങ് ഗോഡ് ദ മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് എന്ന് അവിടെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പൊ 1 തിമോത്തിയോസ് 3-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. 1 തിമോത്തിയോസ് 3-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യത്തിലാണ് നമ്മൾ കണ്ടത്, അല്ലെ? താമസിച്ചു പോയ സത്യത്തിന്റെ തൂണും അടിസ്ഥാനമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതുന്നു. അതായത് ജീവനുള്ള ദൈവം എന്ന് പറയുന്ന ശാശ്വത രാജാവും പിതാവായ യഹോവ, അല്ലെ? പഴയ നിയമത്തിൽ ഞാൻ ഇന്നാൾ പറഞ്ഞ എന്താണ്? പഴയ നിയമത്തിൽ യഹോവ എന്നാണ് ദൈവത്തെ വിളിക്കുന്നത്, അല്ലെ? ഇരമ്യാവിന്റെ പുസ്തകം 10:10 നമ്മൾ വായിക്കുന്നു. ഇരമ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 10:10 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, യഹോവയായ സത്യദൈവം അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെ? അതാണ് പിതാവും ക്രിസ്തു എന്ന ദൈവിക മർമ്മം, അതായത് ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പിതാവ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ദൈവത്തെ സർവ്വ ജഡങ്ങളുടെയും ഉടയവനായതുകൊണ്ടാണ് അവനെ പിതാവ് എന്ന് വിളിക്കുന്നു.
അതുപോലെ തന്നെ വീണ്ടെടുപ്പുമായുള്ള ബന്ധത്തിൽ ദൈവം എന്താണ് മനുഷ്യനായിട്ട് വെളിപ്പെടുന്നു. അതാണ് പുത്രത്വം കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് ദൈവമർമ്മം, അതായത് ദൈവഭക്തിയുടെ മർമ്മം, അതായത് കൊലോസ്യർ 2:2 കൊലോസ്യർ 2:2 നമ്മൾ വായിക്കുന്നു. കൊലോസ്യർ 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, അവർ ക്രിസ്തു എന്ന ദൈവത്തിന്റെ മർമ്മത്തിന്റെ പരിജ്ഞാനം വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കത്തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിക്കപ്പെട്ട് ഹൃദയത്തിൽ ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ ഇത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പൊ പൗലോസ് ഒരു പോരാട്ടം എന്ത് ചെയ്യുന്നു? കഴിക്കുന്നു. എന്താണത്? ലവോദിക്കയ്ക്ക് ഉള്ളവർക്ക് ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ല എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തുവിനെ ദൈവത്തിന്റെ മർമ്മമാണ്, അതുപോലെ തന്നെ പരിജ്ഞാനമാണ്, വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കത്തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചുകൊണ്ട് എന്താണ് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ എന്താണ്? 1 കൊരിന്ത്യർ 2:7 നമ്മൾ വായിക്കുന്നു. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 7-ാം വാക്യം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രയും മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അതായത് ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാട് എന്താണ്? മറഞ്ഞിരിക്കുന്നതായ ദൈവത്തിന്റെ ജ്ഞാനം അത് വെളിപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് പ്രസ്താവിക്കുന്നതെന്നാണ്. അതുകൊണ്ടാണ് 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ തേജസ്സിന്റെ കർത്താവിനെ അവർ എന്ത് ചെയ്യത്തില്ലായിരുന്നു? ക്രൂശിക്കത്തില്ലായിരുന്നു. അവർക്ക് ആ മർമ്മം അറിഞ്ഞിരുന്നെങ്കിൽ അവരെന്ത് ചെയ്തില്ല? യഹൂദന്മാർ ക്രൂശിക്കത്തില്ലായിരുന്നു എന്നാണ് വളരെ വ്യക്തമായിട്ട് അവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അല്ലേ? അപ്പോ നമ്മള് 1 പത്രോസ് 1:20 നമ്മൾ വായിക്കുന്നു. 1 പത്രോസ് 1:20 നമ്മൾ വായിക്കുന്നു. 1 പത്രോസ് 1:20 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 20-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ മുന്നറിയിക്കപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. അപ്പൊ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെയാണ് വെളിപ്പെട്ടവൻ എന്ന് അവിടെ കാണുന്നു എന്നുള്ളതാണ് സത്യമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രകൃതി അല്ലെങ്കിൽ സ്വരൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എബ്രായർ ലേഖനം 2:9 നമ്മൾ വായിക്കുന്നു. എബ്രായർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. അപ്പൊ ദൂതന്മാർ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കാൻ ദൂതന്മാരിൽ അല്പം ഒരു താഴ്ച വന്നവനായിട്ട് ഒരു മനുഷ്യനായിട്ട് കർത്താവായ യേശു ക്രിസ്തു, അതായത് ദൈവം ജഡത്തിൽ വെളിപ്പെടുമ്പോൾ എന്താ? ദൂതന്മാരെക്കാട്ടിലും എന്താണ് അല്പം താഴ്ച വന്നവനായിട്ട് മനുഷ്യനായിട്ട് വെളിപ്പെടുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 പത്രോസ് 2:24 നമ്മൾ വായിക്കുന്നത് എന്താണ്? 1 പത്രോസ് 2:24 നമ്മൾ വായിക്കുന്നു. 24-ാമത്തെ വാക്യത്തിൽ എഴുതുകയാണ്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ മേൽ കയറി എന്ന് 2:24 എന്താണ്? ദേഹിയെ കാണിക്കുന്നത്. ദൈവത്തിന്റെ ദേഹി, ദൈവത്തിന്റെ ജഡം അല്ലെങ്കിൽ ദൈവത്തിന്റെ ശരീരം ത്തെയാണ് അത് കാണിക്കുന്നത് എന്നാണ് 2:24 1 പത്രോസ് 2:24 അതായത് ദേഹി. മത്തായി 26:28 നമ്മൾ വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 26:28 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 26:28 മത്തായി 26:28 ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിന്റെ എന്റെ രക്തം, അല്ലെ? 28 പറയുകയാണ് എന്റെ രക്തം.
എന്ന് 26:38 26:38 കാണുന്നത്. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു എന്ന് അവിടെ രേഖപ്പെടുത്തി. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖമായിരിക്കുന്നു. അപ്പൊ അത് എന്തിനാണ്? ദേഹിയെ കാണിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ ദേഹി ആത്മാവുള്ള. ലൂക്കോസിന്റെ സുവിശേഷം 23:46 നമ്മൾ വായിക്കുന്നു. ലൂക്കോസ് 23:46 നമ്മൾ കാണുന്നു. 46 വാക്യത്തിൽ കാണുന്നു, യേശു അത്യുച്ചത്തിൽ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പ്രാണനെ വിട്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ പാപരഹിതനായ മനുഷ്യനായിട്ട്, ഏക മനുഷ്യനായിട്ട് ദൈവം വെളിപ്പെടുന്നു. 1 യോഹന്നാൻ 3:5 നമ്മൾ വായിക്കുന്നു. 1 യോഹന്നാൻ 3:5 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. കണ്ടോ, പ്രത്യക്ഷനായി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപമില്ല, അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. അപ്പൊ എന്താണ്? അവൻ പ്രത്യക്ഷനായി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാപങ്ങളെ നീക്കുവാൻ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. പ്രത്യക്ഷത, ജഡത്തിൽ വെളിപ്പെടുന്ന, മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലേ? റോമർ 5:15 നമ്മൾ വായിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. റോമർ 5:15 5:15 നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. 15-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടിയും ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ്? പ്രവചനം പോലെ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാൻ ഇസ്രായേൽ ദൈവമായ യഹോവ തന്റെ ജഡത്തിലെ വെളിപ്പാടിനായി മറിയ എന്ന കന്യകയിലൂടെ എന്താണ്? പരിശുദ്ധാത്മാവിനാൽ ജഡം ധരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. അതാണ് കാണിക്കുന്നത്. അതായത് ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാട്, അതായത് താഴ്ചയെ അത് കാണിക്കുന്നു, അല്ലേ? മനുഷ്യനെ വീണ്ടെടുക്കുവാൻ അവൻ താന ഭൂമിയിലേക്ക് ദൂതന്മാരെക്കാൾ താഴ്ചയുള്ള മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് മനുഷ്യനെ വിടുവിക്കുന്നതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പിതാവ് മരിച്ചു എന്നല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാട് മനുഷ്യനായിട്ട് വന്ന് ദൂതന്മാരെക്കാൾ താഴ്ചയുള്ള മനുഷ്യനായി വന്ന് എന്താണ്? മരണമേൽക്കുന്നു എന്നുള്ളതാണ്. ആ അവസ്ഥയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അവിടെ വളരെ വ്യക്തമായ ഒരു കാര്യമാണ്, അല്ലെ? സങ്കീർത്തനം 40:6 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 40:6 സങ്കീർത്തനങ്ങളുടെ പുസ്തകം 40:6 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന് അവിടെ കാണുന്നു. എബ്രായർ 10:5 വായിക്കുന്നു. എബ്രായർ 10:5 എബ്രായർ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. 10-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാകവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്കായി ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലേ? അപ്പൊ ഇതെന്താണ്? ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെയാണ് കാണിക്കുന്നുള്ളത്. വളരെ വ്യക്തമാണ്. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ, എന്നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.